എല്ലാവർക്കും നമസ്കാരം. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSFിലേക്ക് വിളിക്കുന്ന ഹെഡ് കോൺസ്റ്റബിൾ, റേഡിയോ ഓപ്പറേറ്റർ, റേഡിയോ മെക്കാനിക് നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞു. ഇതിൻ്റെ അപേക്ഷ സ്റ്റാർട്ടായിട്ടില്ല. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷ അയക്കാം. ആപ്ലിക്കേഷൻ തുടങ്ങുന്ന ഡേറ്റ് ഇവിടെ കാണാം, 24-ാം തീയതി ഈ മാസം, ഓഗസ്റ്റ് 24 മുതൽ സെപ്റ്റംബർ 23 വരെ നിങ്ങൾക്ക് BSFിൻ്റെ വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ കൊടുക്കാം. അപ്പോൾ അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഒരു വീഡിയോയും കൂടി എത്തിക്കാം. അത് കണ്ട് നിങ്ങൾ അപേക്ഷ അയക്കുക. ഇപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ, ഷോർട്ട് നോട്ടീസാണ് റിലീസായിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ, ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ബോയ്സിനും ഗേൾസിനും അപ്ലൈ ചെയ്യാൻ പറ്റും. ഹെഡ് കോൺസ്റ്റബിൾ, റേഡിയോ ഓപ്പറേറ്റർ, റേഡിയോ മെക്കാനിക് പോസ്റ്റാണ്. രണ്ടും ഹെഡ് കോൺസ്റ്റബിൾ ആണ്. 25,500 രൂപ മുതൽ 81,100 വരെ നിങ്ങൾക്ക് ശമ്പളം കിട്ടാവുന്നൊരു പോസ്റ്റാണ്. അതിൻ്റെ കൂടെ അലവൻസുകൾ, DA, റേഷൻ മണി, ഡ്രസ് അലവൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. HRA, ട്രാൻസ്പോർട്ട് അലവൻസ്, ധാരാളം അലവൻസുകൾ വരുന്നുണ്ട്. അപ്പോൾ സാലറിക്ക് പുറമെ അതെല്ലാം നിങ്ങൾക്ക് കിട്ടുമെന്നും ഓർത്തിരിക്കുക. വാക്കൻസികൾ നോക്കുകയാണെങ്കിൽ ഹെഡ് കോൺസ്റ്റബിൾ, റേഡിയോ ഓപ്പറേറ്ററിലേക്ക് ജനറൽ 276 വാക്കൻസി, EWSകാർക്ക് 59, OBC 350, SC 127, ST 98 വാക്കൻസി. അങ്ങനെ ഗ്രാൻഡ് ടോട്ടൽ ഹെഡ് കോൺസ്റ്റബിൾ, റേഡിയോ ഓപ്പറേറ്ററിലേക്ക് 910 ആണ്. റേഡിയോ മെക്കാനിക്കിലേക്ക് ജനറൽ 64, EWS 16, OBC 82, SC 28, ST 21. റേഡിയോ മെക്കാനിക്കിലേക്ക് 211 വാക്കൻസി. അപ്പോൾ റേഡിയോ ഓപ്പറേറ്ററിലേക്ക് 910ഉം റേഡിയോ മെക്കാനിക്കിലേക്ക് 210 വാക്കൻസിയാണ്. ഈ ഒരു വാക്കൻസി കൂടാനും ചാൻസ് ഉണ്ട്. ഇവിടെ കാണാം, നമ്പർ ഓഫ് വാക്കൻസി ഗിവൺ എബോവ് ആർ സബ്ജക്റ്റ് ടു ചേഞ്ച്. കൂടാനോ കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി നമുക്കിതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നോക്കാം. ആദ്യം നിങ്ങൾക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റാണ്, അതായത് മെഷർമെൻറ്റ് ഉണ്ടായിരിക്കും, ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ് മെഷർമെൻറ്റ്. അത് കഴിഞ്ഞ് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ ഇവൻറ്റുകൾ ഞാൻ പറഞ്ഞുതരാം. ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് നിങ്ങൾക്ക് പരീക്ഷ. ഇതിൻ്റെ സിലബസും ഞാൻ പറഞ്ഞുതരാം, വെയിറ്റ് ചെയ്യൂ കേട്ടോ. നോട്ടിഫിക്കേഷൻ 1 by 1 ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് കഴിഞ്ഞ് തേർഡ് ഫേസിൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, ഡിക്റ്റേഷൻ ടെസ്റ്റ്, പാരഗ്രാഫ് റീഡിംഗ് വരുന്നുണ്ട്. ഹെഡ് കോൺസ്റ്റബിൾ, റേഡിയോ ഓപ്പറേറ്റർ ആണെങ്കിൽ പിന്നെ മെഡിക്കൽ എക്സാമും നടത്തുന്നുണ്ട്. ഇനി ക്വാളിഫിക്കേഷൻ പറയുന്നത് +2 സയൻസ് ആണ്. PCM, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് നിങ്ങൾ 60% മാർക്കോട് കൂടി +2 പാസ്സാവണം. +2 ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് വിത്ത് 2 വർഷത്തെ IT സർട്ടിഫിക്കറ്റ് വെച്ചും അപേക്ഷ അയക്കാൻ പറ്റും. ട്രേഡുകൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഏജ് ലിമിറ്റ് UR ജനറൽ ആണെങ്കിൽ 18 to 25 ആണ്. OBC 28, SC STകാർക്ക് 30 വയസ്സ് വരെ അപേക്ഷ അയക്കാൻ പറ്റും. 3 വർഷം OBC, 5 വർഷം SC STകാർക്ക് ഇളവ് കിട്ടുന്ന നോട്ടിഫിക്കേഷൻ കൂടെയാണ്. ഇനി ഫിസിക്കൽ മെഷർമെൻ്റ് ആണ് ആദ്യം കണ്ടക്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 168 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വേണ്ടത് ആൺകുട്ടികൾക്ക്, 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് പെൺകുട്ടികൾക്കും ഉണ്ടാവണം. ചെസ്റ്റ് ബോയ്സിനാണ് 80 സെൻറ്റിമീറ്റർ മുതൽ 85, അതായത് നോർമൽ 80 സെൻറ്റിമീറ്ററും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 85 സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് എന്തായാലും മസ്റ്റായിട്ട് ഉണ്ടാവണം. ഈ ഒരു മെഷർമെൻറ്റ് ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട്. ഇവൻറ്റുകൾ ഞാൻ പറയാം. 1600 മീറ്റർ റണ്ണിംഗ് ആണ്, 6.30, 6.5 മിനിറ്റ് കൊണ്ട് ഓടിക്കയറണം. ലോങ് ജമ്പ് 11 ഫീറ്റ്, ഹൈ ജമ്പ് 3.5 ഫീറ്റ്, 3 ചാൻസ് കിട്ടും രണ്ടിലേക്കും. ഇതെല്ലാം നിങ്ങൾ ക്വാളിഫൈ ആവണം. ഇനി പെൺകുട്ടികൾക്കാണെങ്കിൽ 800 മീറ്റർ 4 മിനിറ്റ് കൊണ്ടും പിന്നെ 9 ഫീറ്റ് ലോങ് ജമ്പും 3 ഫീറ്റ് ഹൈ ജമ്പും നിങ്ങൾ ചാടിയിരിക്കണം പെൺകുട്ടികൾ. ഇതാണ് ഫിസിക്കൽ ടെസ്റ്റ്. അതിനുശേഷമാണ് പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 മണിക്കൂറാണ് പരീക്ഷയ്ക്ക് ടൈം കിട്ടുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് പരീക്ഷ നടത്തുന്നത്. സിലബസ് കാണാം. ഫിസിക്സ് 40 ക്വസ്റ്റ്യൻസ് 80 മാർക്കിന്, മാത്സ് 20 ക്വസ്റ്റ്യൻസ് 40 മാർക്കിന്, കെമിസ്ട്രി 20 ക്വസ്റ്റ്യൻസ് 40 മാർക്ക്, ഇംഗ്ലീഷും GK 20 ക്വസ്റ്റ്യൻസ് 40 മാർക്ക്. അങ്ങനെ 100 ക്വസ്റ്റ്യൻസ് 200 മാർക്കിനാണ് പരീക്ഷ. 10+2 ലെവല്, +2 ലെവലാണ് പരീക്ഷ. നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. 4 റോങ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 1 മാർക്ക് നെഗറ്റീവായിട്ട് പോകും. ഇതെല്ലാം കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, അഡ്മിറ്റ് കാർഡ്, ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, EWS ആണെങ്കിൽ അതിൻ്റെ, OBC ആണെങ്കിൽ അത്, SC STകാരാണെങ്കിൽ അത്, പിന്നെ എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒറിജിനലും ഫോട്ടോ കോപ്പി നിങ്ങൾ കയ്യിൽ വെക്കണം. അതിന് ശേഷമാണ് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് മെഡിക്കൽ എക്സാം നടത്തുക. റേഡിയോ ഓപ്പറേറ്ററിലേക്ക് ഡിക്റ്റേഷൻ ടെസ്റ്റും പാരഗ്രാഫ് റീഡിങ്ങും വരുന്നുണ്ട്. റേഡിയോ മെക്കാനിക്കിലേക്ക് അത് വരുന്നില്ല. ഡിക്റ്റേഷൻ ടെസ്റ്റ് ഇംഗ്ലീഷ് 150 വേർഡ്സ് 50 മാർക്കിനാണ് കണ്ടക്ട് ചെയ്യുക. പാരഗ്രാഫ് റീഡിങ്ങും വരുന്നുണ്ട്.
അപേക്ഷ അയക്കുമ്പോൾ ജനറൽ OBC EWSകാരെല്ലാം 100 രൂപ ഫീസ് അടയ്ക്കണം. പെൺകുട്ടികൾക്ക് ഫ്രീ ആണ്. അതുപോലെ ബോയ്സിൽ SC STകാർക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വീഡിയോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് അതിൻ്റെ അപ്ഡേറ്റുകൾ എത്തിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലായി. 24-ാം തീയതി മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും BSFൻ്റെ വെബ്സൈറ്റ് വഴി. ആപ്ലിക്കേഷൻ വീഡിയോ സൂൺ, സ്റ്റേ ട്യൂൺഡ്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം എല്ലാവരിലേക്കും വീഡിയോ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.